വെൽക്കം ബാക്ക് ടു ബീറ്റാ സ്ക്വിറൽ. ഇനി നമുക്ക് എക്സ്പ്രസ് ജെഎസിന്റെ ബാക്കിയുള്ള ഫംഗ്ഷനാലിറ്റീസ് കണ്ടിന്യൂ ചെയ്യാം. അപ്പൊ നമ്മളിവിടെ റൗട്ട് കൊടുത്ത് നമ്മൾ പറഞ്ഞല്ലോ, എന്തായാലും നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ റെസ്പോൺസ് സെൻഡ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുള്ളൂ, നിങ്ങൾ ആപ്ലിക്കേഷൻ വർക്ക് ആവുള്ളൂ, റെൻഡർ ആവുള്ളൂ. അല്ലെങ്കിൽ എന്ത് ചെയ്യും, റൺ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ റെസ്പോൺസ് ഡോട്ട് സെൻഡ് എന്ന് പറഞ്ഞ് കൊടുക്കണം. അപ്പോൾ ഇങ്ങനെ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് എന്താവില്ല, ആദ്യം നിങ്ങൾക്ക് എറർ ഒന്നും കിട്ടിയെന്നില്ല. ഇവിടെ നിങ്ങൾക്ക് എറർ ഒന്നും കാണുന്നില്ല ബ്രൗസറിൽ. ഈ പോസ്റ്റ് ഞാൻ ഇപ്പൊ തൽക്കാലം റിമൂവ് ചെയ്യാണ്. ഓക്കെ, സേവ് ചെയ്തു. എന്റെ വിഷ്വൽ സ്റ്റുഡിയോ കോഡിൽ എറർ ഒന്നും കാണുന്നില്ല. ഞാൻ നേരെ ബ്രൗസറിൽ പോയി റീഫ്രഷ് ചെയ്തു, വർക്ക് ആവുന്നില്ല. അപ്പൊ നിങ്ങൾക്ക് എറർ കിട്ടി, റെഫറൻസ് എറർ RES ഈസ് നോട്ട് ഡിഫൈൻഡ്. എവിടെയാണെന്ന് ഇഷ്യൂ കാണിക്കുന്നത്. ഡയറക്റ്റ് നമ്മൾ ചെയ്ത കോഡിലുള്ള ഡയറക്റ്റ് ഇഷ്യൂ ആണെങ്കിൽ ആ ഒരു ഫയലിന്റെ ഇതൊക്കെ കാണിക്കും, ഫയൽ നെയിമും ലൈൻ നമ്പർ കാണിക്കും. 7 അല്ല, നമ്പർ 7 റെസ്പോൺസ് അൺഡിഫൈൻഡ് എന്ന് വെച്ചാൽ എന്താണ്, ഇങ്ങനെ ഒരു വേരിയബിൾ ഉണ്ടാക്കിയിട്ടില്ല. RES ഡോട്ട് സെൻഡ് എന്ന് പറയുന്നത് ഇവിടെ RES എവിടെ, എന്താണ് RES, നിങ്ങൾ അത് ഡിഫൈൻ ചെയ്തിട്ടില്ല. അതെവിടെയാണ് ഉണ്ടാവുക എന്ന് നമ്മൾ പറഞ്ഞു, ഈ ഒരു ഫംഗ്ഷനിൽ, കോൾ ബാക്ക് ഫംഗ്ഷനിൽ നിങ്ങൾക്ക് കിട്ടും അത്. അവിടെ റിക്വസ്റ്റ് ആണ് ആദ്യം വരിക, റെസ്പോൺസ് പിന്നെയാണ് വരിക. ഓക്കെ, അങ്ങനെയാണ് കൊടുക്കേണ്ടത്. മാറിപ്പോയത്, ഫോർ എക്സാമ്പിൾ മാറിപ്പോയെന്ന് വിചാരിക്കാം. RES ഞാൻ ആദ്യം കൊടുത്തു, റിക്വസ്റ്റ് രണ്ടാമതും കൊടുത്തു. ഓക്കെ, അപ്പോ RES എന്ന പേര് കൊടുത്താൽ പോലും ഇത് ആക്ച്വലി റിക്വസ്റ്റ് ആണ് ഇതിൽ ഉണ്ടാവുള്ളൂ. ആദ്യത്തെ റിക്വസ്റ്റ് ആണ്, പേര് എന്ത് കൊടുത്തു കഴിഞ്ഞാൽ. പക്ഷെ നോട്ട് ജെഎസിന്റെ പ്രാക്ടീസ് അനുസരിച്ച് റിക്വസ്റ്റ് റെസ്പോൺസ് അങ്ങനെയാണ് കൊടുക്കേണ്ടത്. മാറിപ്പോയി കഴിഞ്ഞാൽ എന്താ അർത്ഥം, നിങ്ങൾ ഇവിടെ RES ആണ് വിളിച്ചത് ആക്ച്വലി, പക്ഷെ അത് ആക്ച്വലി റിക്വസ്റ്റ് ആണ്, റെസ്പോൺസ് അല്ല. സേവ് ചെയ്ത് നോക്കാം, റീഫ്രഷ് ചെയ്തു. അപ്പൊ നിങ്ങൾക്ക് എന്ത് വരും, RES ഡോട്ട് സെൻഡ് ഈസ് നോട്ട് എ ഫംഗ്ഷൻ. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്, RES ഉണ്ട് സംബന്ധിച്ചു, RESൽ സെൻഡ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഇല്ല എന്നാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് നോക്കിയാൽ മതി, കറക്റ്റ് ആണോ നിങ്ങൾ ഈ ഓർഡർ എന്നുള്ളത് നോക്കിയാൽ മതി. അത് മാറ്റിയിട്ട് ആദ്യം റിക്വസ്റ്റും രണ്ടാമത് റെസ്പോൺസും കൊടുക്കാം. ഒരു റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ അത് വന്നിട്ടുണ്ടാവും. ഇനി ഇവിടെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്, ഇവിടെ മൗസ് ഓവർ ചെയ്ത് കഴിഞ്ഞാൽ ഇത് യൂസ് ചെയ്തിട്ടില്ല, റിക്വസ്റ്റ് നമ്മൾ യൂസ് ചെയ്തിട്ടില്ലല്ലോ. അപ്പോ യൂസ് ചെയ്തിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് നമുക്ക് എന്താക്കാൻ പറ്റില്ല, ഇങ്ങനെ അത് എടുത്തു കളയാൻ പറ്റുമോ നോക്കാം. നമ്മൾ ESLint എറർ കണ്ടു, ഉപയോഗിച്ചിട്ടില്ല, ജസ്റ്റ് ഡിലീറ്റ് ചെയ്തിട്ടെന്ന് വിചാരിച്ച് ഡിലീറ്റ് ചെയ്തു. അപ്പൊ എന്താണ് സംഭവിക്കാൻ നോക്കാം. അപ്പൊ നേരത്തെ സെയിം ഇഷ്യൂ വരും. എന്താണ്, ആദ്യം ഉള്ളത് എപ്പോഴും റിക്വസ്റ്റ് ആയിരിക്കും, റെസ്പോൺസ് അല്ല. അപ്പൊ രണ്ടും കൂടെ കൊടുക്കണം. രണ്ടും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ESLint എററും കാണിക്കും. അപ്പൊ എന്ത് ചെയ്യാ, ഈ റിക്വസ്റ്റിനെ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നില്ലെങ്കിൽ ജസ്റ്റ് ഒരു അണ്ടർസ്കോർ ഇട്ട് കൊടുക്കാം. അണ്ടർസ്കോർ ഇട്ടു, റിഫ്രഷ് ചെയ്ത് ഫംഗ്ഷൻ ഒക്കെ വർക്കിംഗ് ആണ്. ഇനി ESLint നോക്കാം, npm run lint കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഇഷ്യൂസ് ഒന്നുമില്ല. ഏതെങ്കിലും ഒരു ഫംഗ്ഷനിൽ ഇങ്ങനെ ആ ഓർഡർ നമുക്ക് കീപ്പ് ചെയ്യണം, പക്ഷെ ആ വേരിയബിൾ നമുക്ക് ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്താൽ മതി, ഒരു പ്ലേസ് ഹോൾഡർ എന്നുള്ള നിലയിൽ ഒരു അണ്ടർസ്കോർ ഇട്ടാൽ മതി. അപ്പൊ എന്താ അതിന്റെ അർത്ഥം, അവിടെ യൂസ് ചെയ്യുന്നല്ലോ. പിന്നീട് നിങ്ങൾ ഈ ഫംഗ്ഷനിൽ റിക്വസ്റ്റ് യൂസ് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ അത് പിടിച്ചിട്ട് റിക്വസ്റ്റ് ആക്കി മാറ്റുകയും ചെയ്യാം. അപ്പോ നിങ്ങൾക്കൊരു റെസ്പോൺസിൽ, എക്സ്പ്രസ് ജെഎസിൽ റെസ്പോൺസിൽ ഒരു ടെക്സ്റ്റ് സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഫംഗ്ഷൻ ആണ് റെസ്പോൺസിലെ സെൻഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ. അതേപോലെ തന്നെ വേറൊരു ഫംഗ്ഷൻ ആണ് JSON. നിങ്ങൾക്കൊരു API ഒക്കെ ചെയ്യുന്ന സമയത്ത് API എന്ന് JSON അല്ല സെൻഡ് ചെയ്യേണ്ടത്. അപ്പൊ അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു JSON എന്ന് പറയുന്നത് ഉപയോഗിക്കാം. അവിടെ ഇപ്പോ ഉദാഹരണത്തിന് JSON ആയിട്ട് നെയിം, ഈ ഒരു JSON ആണ് സെൻഡ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് നോക്കാം ബ്രൗസറിൽ റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടല്ലേ, നമുക്കൊരു JSON ആയിട്ട് വന്നിട്ടുണ്ട്. റെക്ടിഫൈ ചെയ്ത് കഴിഞ്ഞാലൊക്കെ ബ്രൗസർ ഡീഫോൾട്ട് ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ JSON ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇതേപോലെ തന്നെ നമ്മളിപ്പോ ചെയ്യാൻ പോകുന്നത്, നമ്മളൊരു ഫ്രണ്ട് എൻഡും ബാക്ക് എൻഡും കൂടെയുള്ള ആപ്ലിക്കേഷൻ ആണല്ലോ. അപ്പൊ നമുക്ക് ആദ്യം നമുക്കൊരു സ്ക്രീൻ കാണണം, ഡാഷ്ബോർഡ് സ്ക്രീൻ കാണണം. ആ സ്ക്രീൻ കാണണമെങ്കിൽ ഒരു HTML ടെംപ്ലേറ്റ് വേണം. അപ്പൊ HTMLന്റെ ഉള്ളിൽ നമുക്ക് കുറെ ഡാറ്റാസും ഉപയോഗിക്കാനുണ്ടാവും. അതായത് നമുക്ക് API ലോഡ് ചെയ്തെടുത്ത ഡാറ്റ ഈ ഒരു HTML പ്രിന്റ് ചെയ്യണം, ടേബിളിലാണ് ലിസ്റ്റ് ചെയ്ത് കാണിക്കണം, ഗ്രാഫ് കാണിക്കണം, ഒക്കെ കാണിക്കണ്ടേ. അപ്പൊ നമ്മൾ HTML ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിൽ നമുക്ക് ജാവാസ്ക്രിപ്റ്റ് വെച്ചിട്ട് ഡാറ്റ പ്രിന്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടായിരിക്കും, ഓരോന്ന് അപ്പൻഡ് ചെയ്തെടുക്കാനൊക്കെ. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ടെംപ്ലേറ്റ് എൻജിൻസ് ഉപയോഗിക്കുന്നത്. ടെംപ്ലേറ്റ് എൻജിൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ടെംപ്ലേറ്റ് എൻജിനിൽ നമുക്ക് HTML അല്ലാതെ ജാവാസ്ക്രിപ്റ്റും കൂടെ ആക്സസ് ചെയ്യും. ഉദാഹരണത്തിന് ഫോർ ലൂപ്പ് ഉപയോഗിക്കാം, വേരിയബിൾസ് ഉപയോഗിക്കാം, അങ്ങനെയൊക്കെ ഉപയോഗിക്കാം. അതാണ് ടെംപ്ലേറ്റ് എൻജിൻ എന്ന് പറയാം.
ലാറാവലിന്റെ ഒരു ടെംപ്ലേറ്റ് എഞ്ചിനാണ് ബ്ലേഡ് എന്ന് പറയുന്നത്. PHP ഫ്രെയിം വർക്കാണ് ലാറാവൽ. അതേപോലെ തന്നെ നമ്മൾ നോട്ട് ജെഎസിൽ എക്സ്പ്രസ് ജെഎസിൽ ഉപയോഗിക്കുന്നത് മെയിൻ ആയിട്ടുള്ള രണ്ട് ടെംപ്ലേറ്റ് എഞ്ചിൻസ് എന്ന് പറയുന്നത് ഒന്ന് പഗ് ആണ്, പഗ് PUG, പഗ് എന്നും പിന്നെ ജെയ്ഡ് JADE ജെയ്ഡ്, ഈ രണ്ട് പേരുണ്ട് അതിന്, പഗ് ഓർ ജെയ്ഡ്. അല്ലെങ്കിൽ പിന്നെ ഉള്ളത് EJS എന്ന് പറയുന്നതുണ്ട്. അതാണ് മെയിൻ ആയിട്ടുള്ള ടെംപ്ലേറ്റ് എഞ്ചിൻസ്. വേറെ ഉണ്ട് ഫേമസ് ആയിട്ടുള്ള രണ്ട് ടെംപ്ലേറ്റ് എഞ്ചിൻസ് ആണത്. അപ്പൊ ആ ഒരു ടെംപ്ലേറ്റ് എഞ്ചിൻസ് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ഫ്രണ്ട് എൻഡ് ആപ്ലിക്കേഷൻസ് ചെയ്യാം. അപ്പൊ ടെംപ്ലേറ്റ് ഒക്കെയാണ് നമ്മൾ ഈ വ്യൂസ് എന്ന് പറഞ്ഞ ഈ ഒരു ഫോൾഡറിൽ നമ്മൾ കീപ്പ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് വ്യൂസിൽ ഫസ്റ്റ് നമുക്ക് ഡാഷ്ബോർഡ് അല്ല, അപ്പൊ ആ ഡാഷ്ബോർഡിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഫോൾഡറിലുള്ള നമുക്ക് ഒരു ഫയല് ക്രിയേറ്റ് ചെയ്യാം. ഡാഷ്ബോർഡ് ഡോട്ട് പഗ്. ഈ പഗ് ഫയൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ HTML തന്നെ ആയിരിക്കും. പക്ഷെ നമ്മൾ സാധാരണ HTML എങ്ങനെയാണ് ഉണ്ടാവുക, ഉദാഹരണത്തിന് HTML കമാൻഡ് ഷിഫ്റ്റ് P സ്നിപ്പറ്റ് നമുക്ക് ഉപയോഗിക്കും. ഓക്കെ, ഇതൊരു HTML ആണല്ലോ. സാധാരണ HTML എങ്ങനെ ഉണ്ടാവുക, അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുണ്ട്. HTML ഓപ്പൺ ചെയ്തു, അതിന്റെ സെയിം ലൈനിൽ തന്നെ HTML ഇവിടെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. പിന്നെ HTML ഉള്ളിലുള്ളതായതുകൊണ്ട് ഒരു സ്പേസ് അങ്ങോട്ട് ഇട്ടു, ഒന്ന് രണ്ട് സ്പേസ് അല്ലെങ്കിൽ ഒരു ടാബ് ഇട്ടിട്ട് ഹെഡ് കൊടുത്തു. ഹെഡ് സെയിം ലൈനിൽ തന്നെ ക്ലോസ് ചെയ്തു, ഐ മീൻ സെയിം ലെവലിൽ തന്നെ ക്ലോസ് ചെയ്തു. പിന്നെ അതേ ലെവലിൽ തന്നെ HTML ഉള്ളിലാണ് ബോഡി വേണ്ടത്. ബോഡി ഓപ്പൺ ചെയ്തു, പിന്നെ അതിൻ്റെ ഉള്ളിലാണ് ഡിവ്, അതിന്റെ ഉള്ളിലാണ് P എന്നുള്ളത്. നമുക്ക് എന്ത് ചെയ്യും, ഈ സ്റ്റെപ്പ് ഈ പിരമിഡ് അപ്രോച്ച് ഉപയോഗിച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ. അപ്പോൾ ഇതേ സെയിം അപ്രോച്ച് തന്നെയാണ് പഗും യൂസ് ചെയ്യുന്നത്. പക്ഷെ പഗിൽ ഇങ്ങനത്തെ ക്ലോസിംഗ് ടാഗും പിന്നെ ഈ ടാഗിന്റെ ഈ ആംഗിൾ ബ്രാക്കറ്റ്സ് ആവശ്യമില്ല. ഈ ആംഗിൾ ബ്രാക്കറ്റ്സ് ഉണ്ടല്ലോ, അതിന്റെ ആവശ്യമില്ല. പഗിൽ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്കിപ്പോ ഒരു HTML ആണ്, ഒരു H1 ആണ് വേണ്ടതെങ്കിൽ H1 എന്നിടാതെ ജസ്റ്റ് H1 ഇങ്ങനെ ഇടാം, എന്നിട്ട് സ്പേസ് ഇടാം. സ്പേസ് ഇട്ടിട്ട് അതിൻ്റെ ഉള്ളിൽ എന്താണോ നിങ്ങൾക്ക് വേണ്ടത് ആ ഒരു ടെക്സ്റ്റ് കൊടുക്കാം. ഹലോ, ഓക്കെ. അപ്പൊ നമ്മൾ ആ ഒരു ടെക്സ്റ്റ് ജസ്റ്റ് ഒരു H1 ഇട്ടല്ലോ. ഇതെങ്ങനെ നമുക്ക് ഈ ഒരു ഫസ്റ്റ് ഒരു മെയിൻ പേജ് എടുക്കുമ്പോൾ നമുക്ക് റെൻഡർ ചെയ്യുന്നുള്ളത് നോക്കാം. അപ്പൊ അതിനു വേണ്ടി ആദ്യം നമുക്ക് വേണ്ടത്, നമ്മൾ ഈ പഗ് എന്ന് പറയുന്ന ടെംപ്ലേറ്റ് എഞ്ചിൻ ആണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് ഈ ഒരു എക്സ്പ്രസ് ജെഎസിനോട് പറയണം. അപ്പൊ അതിനു വേണ്ടിയിട്ട് ബിൽറ്റ് ഇൻ ആയിട്ടുള്ള സെറ്റിങ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ആപ്പിൽ സെറ്റ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട്. നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ അതിന്റെ മുകളിലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതിന്റെ മുകളിലായിട്ട് ആപ്പ് ഡോട്ട് സെറ്റ് വ്യൂ എൻജിൻ, വ്യൂ സ്പേസ് എൻജിൻ കൊടുക്കും. ഇത് ഡോക്യുമെന്റേഷനിലുണ്ട്, ഞാനിപ്പോ ഡോക്യുമെന്റേഷൻ നോക്കുന്നില്ല, നിങ്ങൾ അവിടെ നോക്കിയാൽ തന്നെ അവിടുന്ന് കോപ്പി ചെയ്താൽ മതി, അറിയുന്നില്ല എന്നുണ്ടെങ്കിൽ. എന്നിട്ട് കോമ വ്യൂ എൻജിൻ ഏതാണ്, പഗ് ആണ് എന്നുള്ള പറഞ്ഞു കൊടുക്കാം. ഓക്കെ, പിന്നെ ഈ പഗ് ഫയൽസ്, ഈ എൻജിൻ ഫയൽസ് ഏത് ഫോൾഡറിലാണ് നിങ്ങൾ കീപ്പ് ചെയ്യാൻ പോകുന്നത് കൂടെ പറഞ്ഞു കൊടുക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം നമ്മൾ നോട്ട് ജെഎസിന്റെ ഇൻബിൽറ്റ് ആയിട്ടുള്ള പാത്ത്, നമ്മൾ മുമ്പ് കണ്ട പാത്ത് തന്നെ ആ ഒരു മൊഡ്യൂൾസ് ലോഡ് ചെയ്യണം. അത് വേറെ ഇൻസ്റ്റാൾ ചെയ്യുന്ന വേണ്ട, നോട്ട് ജെഎസ് തന്നെയുള്ള പാത്ത് എന്ന് പറഞ്ഞിട്ടുള്ളത് ലോഡ് ചെയ്തെടുത്തു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ വ്യൂസ് എന്ന് പറഞ്ഞ ഫോൾഡർ ഏതാണെന്നുള്ള സെറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പൊ ഈ സെറ്റ് ചെയ്ത് വ്യൂ എൻജിൻ സെറ്റ് ചെയ്തതിന്റെ തൊട്ട് താഴെ വന്നിട്ട് ആപ്പ് ഡോട്ട് സെറ്റ് വ്യൂസ് എന്നിട്ട് കോമട്ടിട്ട് ഒരു ഫോൾഡറിന്റെ പാത്താണ് കൊടുക്കുന്നത്. അപ്പൊ അതിൽ നമ്മൾ ഫോൾഡറിന്റെ ഫുൾ പാത്ത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പാത്തിലുള്ള ജോയിൻ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. പാത്ത് ഡോട്ട് ജോയിൻ, പിന്നെ അണ്ടർസ്കോർ dir നെയിം. ഇത് നോട്ട് ജെഎസിലുള്ള ഒരു കോൺസ്റ്റന്റ് വേരിയബിൾ ആണ്. അണ്ടർസ്കോർ dir നെയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ ഈ ഒരു ഫയലുള്ള ഫോൾഡർ ഏതാണോ ആ ഫോൾഡറിന്റെ പാത്ത് കണ്ടുപിടിക്കും. എന്നിട്ട് അതിനോട് ഈ വ്യൂസ് എന്നുണ്ടെന്ന് കൂടെ അപ്പൻഡ് ചെയ്യും. പാത്ത് ഡോട്ട് ജോയിൻ ചെയ്യും. അപ്പൊ എന്ത് ചെയ്യും, ഞാനിപ്പോ എന്റെ ഇതുള്ളത് യൂസേഴ്സ് ഡെവോ ഡെസ്ക്ടോപ്പ് എക്സ്പെൻസ് ട്രാക്കർ അതാണല്ലോ. എന്നിട്ട് ഒരു സ്ലാഷ് വ്യൂസും കൂടെ വരും. അപ്പൊ എന്താണ്, ആ ഒരു നമ്മൾ ആ ഫോൾഡർ വ്യൂസ് എന്ന് പറഞ്ഞ ഫോൾഡറിലല്ല ഉള്ളത്. ഇത് നിങ്ങൾ വേറെ ടെംപ്ലേറ്റ്സ് എന്നാണ് കൊടുത്തെങ്കിൽ ഇവിടെ ടെംപ്ലേറ്റ്സ് എന്നാണ് കൊടുക്കണം. അപ്പോൾ ഇതാണ് ഫോൾഡർ. ഈ ഫോൾഡറിലാണ് ഏതെങ്കിലും ടെംപ്ലേറ്റ്സ് ഒക്കെ പറഞ്ഞാൽ നോക്കേണ്ടത് എന്നാണ് നമ്മൾ എക്സ്പ്രസ് ജെഎസിനോട് പറഞ്ഞു കൊടുക്കുന്നത്. ഇനി നമ്മൾ ഇവിടെ JSON സെൻഡ് ചെയ്യുന്നതിന് പകരം റെസ്പോൺസിൽ സെൻഡ് നമ്മൾ കണ്ടു, JSON പഠിച്ചു. വേറെ ഒന്നാണ് റെൻഡർ. ഇങ്ങനെ ടെംപ്ലേറ്റ് എഞ്ചിൻ റെൻഡർ ചെയ്യാൻ വേണ്ടിയിട്ട് റെൻഡർ എന്ന് പറഞ്ഞു കൊടുത്തിട്ട് നമ്മളെ ഫയലിന്റെ പേര്, ഈ ഫോൾഡറിന്റെ പാത്ത് നമ്മൾ ഓൾറെഡി ഇവിടെ സെറ്റ് ചെയ്തുകൊണ്ട് പിന്നെ ഫോൾഡർ കൊടുക്കണ്ട. ഈ ഫോൾഡറിന്റെ ഉള്ളിലേക്ക് വേറെ ഫോൾഡർ ഉണ്ടെങ്കിൽ അത് കൊടുക്കണം. അപ്പോൾ ഈ ഫോൾഡറിനുള്ള ഡയറക്റ്റ് അല്ല ഡാഷ്ബോർഡ് പഗ് ഉള്ളത്. അപ്പോൾ ഡാഷ്ബോർഡ് മാത്രം കൊടുത്താൽ പഗ് എക്സ്റ്റൻഷന് കൊടുക്കണ്ട. പഗ് ആണെന്ന് ഓൾറെഡി നമ്മൾ മുകളിൽ പറഞ്ഞിട്ടില്ല, പിന്നെ അതിന്റെ എക്സ്റ്റൻഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല. ഡാഷ്ബോർഡ് എന്ന് പറഞ്ഞ് കൊടുത്തു.
ഓക്കെ, ഇനി നമുക്ക് റിഫ്രഷ് ചെയ്ത് നോക്കാം. റിഫ്രഷ് ചെയ്ത് കനോട്ട് ഫൈൻഡ് മൊഡ്യൂൾ പഗ് എന്നാണ് വന്നിട്ടുണ്ട്. അപ്പോ ഇങ്ങനെ ഒരു മൊഡ്യൂള് കാണുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മൊഡ്യൂൾ ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പൊ പഗ് നമ്മൾ ടെംപ്ലേറ്റ് യൂസ് ചെയ്യും. ബിഹൈൻഡ് ദ സീൻ നമ്മൾ കോഡിൽ നമ്മൾ പഗ് എന്ന് പറഞ്ഞാൽ വേറെ എവിടെ യൂസ് ചെയ്യുന്നില്ലെങ്കിലും ഈ എക്സ്പ്രസ് ജേസിന് പഗ് എന്ന് പറഞ്ഞ ഒരു പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പോ npm i പഗ് ഒന്നുകൂടെ റിഫ്രഷ് ചെയ്ത് നോക്കാം. അപ്പൊ നമ്മുടെ ഫെയിൽ ടു ലുക്ക് അപ്പ് വ്യൂ ഡാഷ്ബോർഡ് ഇൻ വ്യൂസ് ഡയറക്ടറി. ഡാഷ്ബോർഡ് സ്പെല്ലിംഗ് നോക്കണം. നമുക്ക് അങ്ങനെ ഒരു ഫയൽ ഉണ്ടോ നോക്കാം. ഡാഷ് ബോർഡ്. അപ്പൊ സ്പെല്ലിംഗ് ഉണ്ടോ, ഇതാണ് ഇഷ്യൂ. അപ്പൊ ആ വ്യൂസ് നമ്മൾ കുറച്ച് ഫയൽ നെയിമോ അല്ലെങ്കിൽ പാത്തോ ഒക്കെ തെറ്റാണെങ്കിൽ ഇതേപോലെയാണ് വരിക. ഫെയിൽ ടു ലുക്ക് അപ്പ് വ്യൂ ഇൻ വ്യൂ ഡയറക്ടറി. ഇതാണ് വ്യൂ ഡയറക്ടറി. ഈ ഫോൾഡറിൽ ഇങ്ങനെ ഒരു ഫയൽ ഇല്ല എന്നാണ് പറയുന്നത്. അപ്പൊ എന്താണ് കറക്റ്റ് ആണ്. നമ്മൾ ഡാഷ്ബോർഡ് ഇവിടെയും ഡാഷ്ബോർഡ് ആണെന്ന് കൊടുത്ത് നമ്മൾ വെറുതെ കുറെ സമയം സ്പെൻഡ് ചെയ്യും. എപ്പോഴും നോക്കേണ്ടത് സ്പെല്ലിംഗ് ആണ്. സ്പെല്ലിംഗ് കൂടെ നോക്കണം. ഡാഷ്ബോർഡ് BOA എന്ന് കൊടുക്കുന്നതിന് പകരം ഞാൻ തെറ്റിപ്പോയിട്ട് എന്താണ് കൊടുത്ത BAO ആണ്. കറക്റ്റ് ചെയ്തു. റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കോഡ് വന്നിട്ടുണ്ട്. ഇൻസ്പെക്ട് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാം. മൊബൈൽ വ്യൂ ഓഫ് ചെയ്യണം. അവിടെ H1 വന്നത് കറക്റ്റ് ആണ്. H1 അവിടെ വന്നിട്ടുണ്ട്. ബാക്കി HTML ഹെഡ് അതൊന്നും ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ കൊടുക്കണമെന്നില്ല, പക്ഷെ ഡീഫോൾട്ട് അത് വരും. ഓക്കെ, ഇനി ഇവിടെയാണ് നമ്മള് പറഞ്ഞ ആ ഒരു ഡിസൈൻ ഹെഡർ നാവിഗേഷൻ കൊടുക്കണം, ഫൂട്ടർ കൊടുക്കണം, മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് ഈ ഒരു പഗ്ഗിലാണ് നമ്മൾ ചെയ്യേണ്ടത്. പഗ്ഗിൽ നമ്മൾക്ക് ടെംപ്ലേറ്റിംഗ് എഞ്ചിൻ ഉപയോഗിച്ചിട്ട് ചെയ്യണം.